Hi guys, welcome back to my channel Enchanter. Channel subscribe ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓൾ ആയിട്ട് സെലക്ട് ചെയ്യണം. എന്നാൽ അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ബോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഹലോ, നമ്മളൊന്നിതാ ഈ ഒരു ഫോണാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് ഞാൻ മാക്സിമം ടൈം ലാപ്സ് ഒക്കെ എടുത്തിട്ട് സ്പീഡാക്കിയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒട്ടും ലാഗ് അടിപ്പിക്കാതെയാണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ബോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പർ കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഒരു ഡയൽ സെറ്റ് ചെയ്യണം ഫോണിൻ്റെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൾട്ടിവുഡിൻ്റെ ബോർഡിൻ്റെ മുകളിൽ വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുകയാണത്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മെഷീൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ മാക്സിമം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എന്താ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലത്തെ 2 പീസ് വേണം. അപ്പോൾ ഞാൻ എന്താ ഒരു ഡയൽ പാഡിൻ്റെ മോഡൽ ഞാൻ A4 ഷീറ്റിൽ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത റൗണ്ടിൻ്റെ സെയിം സൈസിൽ തന്നെയാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നടുക്കത്തെ റൗണ്ട് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 പീസ് സെയിം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസിൽ ഈ ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് നമുക്ക് ആ ചെറിയ ഹോൾസ് ഡ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ആ പേപ്പർ പീസ് ഞാൻ റൗണ്ടിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് ഡ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് ഫുള്ള് ഡ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ബാക്ക് സൈഡിലെ നമ്പേഴ്സ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പറിൻ്റെ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് വരച്ചു കൊടുക്കുകയാണ്. അത് ഈ കട്ട് ചെയ്ത പീസ് തന്നെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. കാരണം നമുക്ക് പൊസിഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിൽ നമ്പേഴ്സും എഴുതിയിട്ടുണ്ട്. നമുക്കത് അടിയിലത്തെ ഷീറ്റിൽ വെച്ചിട്ട് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റാണോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്കിനി ഇതിനൊരു റൊട്ടേഷൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബയറിങ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളത് അടിയിലത്തെ ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് അതൊരു ഹോൾ ഇട്ടിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അത് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വെച്ച് നോക്കാം. ഞാൻ ബയറിങ്ങിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ചെറിയ പീസും കൂടി എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബയറിങ്ങിൻ്റെ പുറമേ ഉള്ള സൈഡാണ് അടിയിലത്തെ പോർഷനിൽ ഒട്ടിക്കുന്നതും അതുപോലെ ആ ചെറിയ പീസ് മുകളിലത്തെ പോർഷനിൽ ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ റൊട്ടേഷൻ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്കിനി അത് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. കൈയൊക്കെ ഒട്ടാതെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇത് നമുക്ക് ഡയൽ പാഡ് സെറ്റ് ചെയ്തത് ഫെവിക്കോൾ വെച്ചിട്ട് അടിയിലത്തെ പീസിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിലത്തെ നമ്മളെടുത്ത ഈ പീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊസിഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻസ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഫോണിൻ്റെ ഹാൻഡിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ വുഡിൻ്റെ പീസ് എടുത്തിട്ട് ഒരു 13 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത് ക്ലീൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻസ് ചെയ്യാനായിട്ട് 2 ചെറിയൊരു വടിയുടെ പീസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂരലാണ് എടുക്കുന്നത്. ഒരുപാട് തല്ല് കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അത്രയും സന്തോഷമാണ്. അപ്പോൾ ഞാനൊരു 6 സെൻറ്റിമീറ്ററിൽ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ വുഡിൻ്റെ 2 എൻഡിലും ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ പീസുകൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സ്പീക്കറും മൈക്രോഫോണും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗഡർ ടിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഈ ഒരു പോർഷനാണ് ആവശ്യം. എൻചാൻഡറിൻ്റെ പൗഡർ ടിന്നാണ്. നമുക്കത് ഫ്രണ്ടിലത്തെ ആ ഒരു ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് ക്ലീൻ ചെയ്യാം. അപ്പോൾ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ഹോള് നമുക്ക് മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കളയാം. ഇത് സൈഡിലൊക്കെ ഒട്ടിച്ച് നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ റിമൂവ് ചെയ്ത ക്യാപ്പ് അതിൻ്റെ സെൻട്രലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെയൊക്കെ ഒരു ഹോൾസ് കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ല, നമ്മൾ സ്പീക്കറിൻ്റെയൊക്കെ ഹോൾസ് കാണുന്ന പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഹാൻഡിലിൻ്റെ 2 സൈഡിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ 2 സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അത് നമുക്കിനി ചെറിയ നേരത്തെ കട്ട് ചെയ്തെടുത്ത പീസുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡിലും ഇതേപോലെ നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഹാൻഡിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ട് ഒരു 15 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലെയർ വെച്ചിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും. അതുപോലെ ചെറിയ രണ്ട് പീസുകൾ എടുത്തിട്ട് അതേപോലെ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു സൈസിൽ വേണം എടുക്കാനായിട്ട്. നമുക്ക് അവിടെയാണ് ഇതിൻ്റെ ഹാൻഡിൽസ് വരുന്നത്. അപ്പോൾ ഹാൻഡിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയൽ വെക്കുന്നതിന് നേരെ പെർപെൻഡിക്കുലറായിട്ട് വേണം അത് വയ്ക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുപ്പിയുടെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിനത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് നോക്കാം നമുക്ക് സെറ്റായിട്ടുണ്ടോ എന്ന്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് മോൾഡിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് രണ്ട് പീസുകൾ ജോയിൻ ചെയ്യാം. അപ്പോൾ കഴിച്ച് ഞാൻ അത് രണ്ട് പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയൽ ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മോൾഡിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ പോർഷൻ റിമൂവ് ചെയ്തിട്ട് അതിൽ മോൾഡിറ്റ് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് പാർട്ട് അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനി അത് ബോട്ടിലിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് പൊസിഷനായിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് മോൾഡിറ്റ് തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ പോർഷൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം, റൊട്ടേറ്റ് ആകുന്നുണ്ടോ, ഇടയിൽ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡ് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഫ്ലെക്സ് വിക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം മോൾഡിറ്റ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഹാൻഡിൽ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എമൽഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എമൽഷൻ കിട്ടാത്തത് കാണുന്നുണ്ടെങ്കിൽ മെറ്റൽ പ്രൈമർ ബേസ് അടിച്ചു കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എമൽഷൻ ഫുള്ള് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഡയലിൽ ഒരു പീസും കൂടി ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടിലും എമൽഷൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളേഴ്സ് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോർഷനിൽ മെറ്റാലിക് റസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിൽ മെറ്റാലിക് റസ്റ്റും അതുപോലെ മെറ്റാലിക് ഗോൾഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. വേറെ കളേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ രണ്ട് ഷെയ്ഡ് മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കുക. 1 സ്ക്വയർ mm വയർ എടുത്തിട്ട് ചൂരലിൻ്റെ സൈഡിൽ മാസ്കിൻ്റെ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഫോൺ കേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതൊന്ന് പതിയെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് റൊട്ടേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ ഹീറ്റ് ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ കിട്ടും. അപ്പോൾ നമുക്കിനി അത് ഫോണിൻ്റെ രണ്ട് പാർട്ടിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹാൻഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓപ്പോസിറ്റ് സൈഡിലെ ഒരു പ്ലെയർ വെച്ചിട്ട് പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ അത് പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബോട്ടിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഞാനത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഒരു കാര്യം കൂടി ഉണ്ട്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു ഗിവ് അവേ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ഇനിയും വെറൈറ്റീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നത് വരെ
Behind the cam, Adja, it's me Vishnu, signing out.